പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-20 തിരുവചനമാണ്. യേശു പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന്. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെയാണ്. എന്നാൽ നാം പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം. വിശ്വസിച്ചിരുന്നെങ്കിൽ നാം കൂടുതൽ ശ്രദ്ധയോടും അലസതയില്ലാതെയും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അധര വ്യായാമമായി മാറുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിശ്വസിക്കേണ്ടവനെ വിശ്വസിക്കാത്തതാണ് നമ്മുടെ പരാജയം. വിവിധ മാധ്യമങ്ങളിൽ കാണുന്നതും സുഹൃത്തുക്കൾ പറയുന്നതും നാം വിശ്വസിക്കും. അവ കേൾക്കാൻ നാം വളരെയധികം താല്പര്യവും കാണിക്കും. അത് മറ്റുള്ളവരോട് പറയുവാനും നാം സന്തുഷ്ടരാണ്. എന്നാൽ ദൈവിക കാര്യങ്ങൾ കേൾക്കുവാനോ വിശ്വസിക്കുവാനോ അത് പറയുവാനോ നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-8 യേശു ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. യേശുവിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുവാനുള്ള വഴി നമ്മുടെ വിശ്വാസമാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം തിരുവചനത്തിൽ തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് ജനക്കൂട്ടത്തോട് യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് എന്ന്. വലിയൊരു ജനക്കൂട്ടം തിങ്ങി ഞെരുങ്ങി യേശുവിനെ പിന്തുടർന്നപ്പോൾ പലരും യേശുവിൻ്റെ വസ്ത്രത്തിൽ മുട്ടിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും യേശു തൻ്റെ വസ്ത്രത്തിൽ ആര് മുട്ടി അല്ലെങ്കിൽ ആരാണ് സ്പർശിച്ചത് എന്നൊന്നും ചോദിച്ചിട്ടില്ല. എന്നാൽ 12 വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് യേശുവിന് മനസ്സിലായി. അപ്പോഴാണ് ജനക്കൂട്ടത്തോട് ചോദിക്കുന്നത്, ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന്. സ്പർശിച്ച ഉടനെ തന്നെ രക്തസ്രാവക്കാരി സുഖപ്പെടുകയും ചെയ്തു. നാം വിശ്വസിക്കുന്നത് പോലെയാണ് നമുക്ക് സംഭവിക്കുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ താൻ സുഖപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്. അത് അവൾക്ക് ആ വിശ്വാസം പോലെ അവൾക്കത് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ യേശു അവളോട് പറയുന്നത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിൻ്റെ മഹത്വവും അത്ഭുതവും സാന്നിധ്യവും നമുക്ക് അനുഭവപ്പെടുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാനും ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനും നാം പരിശ്രമിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.